നമസ്കാരം. നല്ല അടുത്തടുക്കളയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം പറയും. ഞാൻ കുറേ ദിവസമായി ഒരു റെസിപ്പി ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ട് ഡാൻസ് ക്ലാസ്സിലെ കുറച്ച് വീഡിയോസ് ഇടാറുണ്ട്. അല്ലാതെ വേറെ ഒന്നും ഇടാറില്ല. വേറൊന്നുമല്ല, അച്ഛൻ ഒത്തിരി വയ്യാതിരിക്കുകയാണ്. അപ്പം ഞാൻ ഇവിടെ നിങ്ങൾക്ക് അടുക്കള കണ്ട എൻ്റെ അടുക്കളയെല്ലാം മനസ്സിലായില്ലേ. അപ്പോൾ വീട്ടിലാണ്, ഷൊർണൂരാണ്, അച്ഛനും ഇവിടെയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ കുറേ തിരക്കുകൾ കാരണമാണ് റെസിപ്പികളൊന്നും ഇടാത്തത്. പോട്ടെ. എന്നിട്ട് ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോണേ? എന്താ? ഇത് അനിയൻ്റെ കുട്ടിയാണ്. ഇവള് കാളിയൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. കാളിക്ക് ഇഡ്ഡലി തിന്നെങ്കിൽ എന്ത് വേണം? സാമ്പാർ വേണം. ഞങ്ങളുടെ ഒരു 4 ഇഡ്ഡലിക്ക് 5 കയ്യിൽ സാമ്പാർ വേണം അല്ലേ? ഓക്കെ. അപ്പോൾ കാളിയോട് ഞാൻ ചോദിച്ചു, കാളിക്ക് സാമ്പാർ ഉണ്ടാക്കാൻ അറിയുമോ? അപ്പോൾ കാളിക്ക് സാമ്പാർ ഉണ്ടാക്കാൻ അറിയില്ല. അപ്പോൾ അത് ഉണ്ടാക്കാൻ പഠിപ്പിക്കണ്ടേ? അപ്പോൾ എളുപ്പത്തിലെന്ന് പറയാൻ പറ്റില്ല, പരിപ്പില്ലാണ്ട് ഒരു വറുത്തരച്ച സാമ്പാർ കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പോൾ കാളി നമുക്ക് തുടങ്ങാം. ഓക്കെ. ഞാൻ അടുത്ത പ്രാവശ്യം കാളി തന്നെ വയ്ക്കും. അത് നമ്മൾ റെസിപ്പി ഇടുമോ? ഇല്ല, നല്ലൊരു ഏകദേശം ഒരു ഐഡിയ വരില്ലേ. അപ്പോൾ ഫസ്റ്റ് കാളിക്ക് ഇതൊന്ന് കാണിക്കാം, ഇങ്ങോട്ട് കാണിക്കാം. അപ്പോൾ ഉപ്പൊന്ന് വീട്ടിൽ വെക്കണം. ഇതെന്തൊക്കെ കഷ്ണം അറിയോ? ഇത് നല്ലയിടത്ത് ഞാൻ കൊടുന്നതാട്ടോ. ഇത് വെള്ളരിക്കയാണ് വെളുത്ത് കാണുന്നത്. ഇതെന്താ സാധിച്ചാൽ നോക്കണതിന് മുമ്പ് കാണിക്കാൻ മറന്നു. കാളി ചോദിച്ചു മത്തങ്ങയാണോ എന്ന്. മത്തങ്ങയല്ല, ബട്ടർ ഫ്രൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഒരു സാധനം ജ്യൂസ് അടിക്കാനുള്ളതാണ്. മത്തങ്ങയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിന്. അത് ബട്ടർ ഫ്രൂട്ട് എന്നാണ് പേര് പറഞ്ഞത്. ജ്യൂസ് അടിക്കാനുള്ള അത്ര. പക്ഷെ നമ്മൾ ജ്യൂസൊന്നുമല്ല അടിക്കണം. ഞാനതുകൊണ്ട് അത് ഇവർ കൊണ്ടുവന്നപ്പോൾ അതിൽ ലേശം കുഴിച്ചിട്ടു. ഇത് നമ്മുടെ അവിടെ ഉണ്ടായതാട്ടോ. അപ്പോൾ അതാണ്, അത് രണ്ടുമാണ് കഷ്ണം. അപ്പോൾ കാളിക്ക് ഉള്ളി ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണു? 2 ഉള്ളി വറക്കണേക്ക് വെക്കണം. ഉള്ളി ഇഷ്ടമല്ലാത്തവർക്ക് ചിലർക്ക് ഉള്ളി കടിക്കാൻ ഇഷ്ടമല്ല, പക്ഷേ പലർക്ക് ഉള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമാണ്. അങ്ങനെ ഉള്ളി എപ്പോഴും പറയാറുണ്ട് ഇപ്പോൾ കുറേ റെസിപ്പിയിൽ. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു സൂത്രപ്പണിയാണ് ഉള്ളി വറുത്ത് അരച്ചു കൂട്ടുക. എന്തിലായാലും കേട്ടോ, സാമ്പാർ മാത്രമല്ല എന്തിലായാലും. ഇതെന്താ? തേങ്ങ, ചെറുക്കി വെച്ച തേങ്ങയുണ്ട്. ഇതും ഉള്ളിയും കൂടെ ഒന്ന് വഴട്ടട്ടെ കേട്ടോ, ഒന്ന് ചൂടാവാം. ഒരു വാസന ഇങ്ങനെ വരും. നാളികേരം ചൂടാവണേ. മൂക്കടന്നിട്ടാ എന്നാലും വരും. നാളികേരം ചൂടാവണ വാസന വരും. ഇത് നീ ചെയ്യണം. അത് ശരി. കാളി സാമ്പാർ ഉണ്ടാക്കി പറഞ്ഞിട്ട് ഞാനാ ആ സ്പൂണ് മാറ്റൂ. ആ സ്പൂണ് മാറ്റുമ്പോൾ അതിലത്തെ തേങ്ങ കടിക്കാണെങ്കിൽ എന്താ ചെയ്യുക? അങ്ങനെ ആക്കിയാൽ ചൂടില്ലേ? ഇങ്ങനെ കൊട്ടുക. അല്ലെങ്കിൽ ചൂടാറിയിട്ട് കൈ കൊണ്ടാക്കൽ കഴിയുന്നത്. നമ്മൾ കുക്ക് ചെയ്യുന്ന സാധനങ്ങൾ കൈ തൊട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാവും അറിയോ? കേടാവും. കൈ പൊള്ളും, അത് വേറെ കാര്യം. ഇതുകൊണ്ടുണ്ട് ഇളക്കിക്കോ. അങ്ങനെ തന്നെ ഇതിങ്ങനെ ചെയ്തിട്ടാ പഠിക്കുക. എന്താ അറിയോ, നമ്മൾ ഇളക്കുമ്പോഴേ അടി തട്ടി ഇങ്ങനെ മറ്റമ്മ കാളുടെ കൈ പിടിച്ച് ഇങ്ങനെ ഇളക്കിച്ചേരാം. കണ്ടോ? ഇളക്കുമ്പോൾ വ്യത്യാസമല്ലേ? വാസന വരുന്നുണ്ടോ? വരുന്നുണ്ടല്ലേ? അത് അടുക്കള പണി എന്ത് പണി നമ്മൾ പഠിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിക്കരുത്. ചെയ്ത് ഇങ്ങനെ ഒരു ശീലം വരാണ്ട് അപ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ. അമ്മ ദോശ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കാമെന്ന് പറയണം. ഒന്ന് മറിച്ചിട്ട് നോക്കണം, ദോശ വീത്തി നോക്കണം. ഉണ്ടാക്കാറുണ്ടല്ലേ? അതേമാതിരി അമ്മ ഇങ്ങനെ ഇളക്കുമ്പോൾ അമ്മ ഞാൻ ഇളക്കട്ടെ ചോദിക്കുക. എന്തിളക്കുമ്പോഴും കൂട്ടാൻ ഇളക്കുമ്പോഴായാലും ഉപ്പേരിയിൽ അമ്മ ഉപ്പൊക്കെ ഇട്ടാൽ നമ്മളൊന്നിങ്ങനെ ഇളക്കും. കളർ ഇങ്ങനെ മാറുണ്ടല്ലേ കളി ഇല്ലേ? അപ്പോൾ വാസന വരുന്നില്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഗ്യാസ് ഒന്ന് സിം ചെയ്തോ, നല്ലോണം ചുവന്നു കൂട്ടാം. ഇനി നമ്മൾ എന്തായാലും ഇടുക? സാമ്പാർ പൊടി ഇടാം. സാമ്പാർ പൊടിയിൽ എന്തൊക്കെ ഉണ്ടാവും അറിയാം നിങ്ങൾക്ക്? മുളകുണ്ടാവും. ഇനി നമുക്ക് അടുത്ത് ഇടാനുള്ളത് സാമ്പാർ പൊടി. പരിപ്പില്ലാത്ത സാമ്പാറാണ്. അപ്പോൾ സാമ്പാർ പൊടി ഇങ്ങനെ ഉണ്ടാക്കുക അറിയോ കളിക്ക്? ഇത് സാമ്പാർ പൊടിയാണ്. ഇത് നിന്റെ അമ്മമ്മയുടെ സാമ്പാർ പൊടിയല്ലേ? അടിപൊളിയാണ്. സാമ്പാർ പൊടി ഇങ്ങനെ ഉണ്ടാക്കുക അറിയോ? സാമ്പാറിൽ മെയിനായിട്ട് സാമ്പാർ പൊടിയിലുള്ളത് മല്ലി, ഉലുവ, മുളക്, അത് മസ്റ്റാണ്. പിന്നെ ചിലർ പരിപ്പൊക്കെ ഇടും. അതാണ് പൊടി ഉണ്ടാക്കി വെക്കാനുള്ള സാധനം. ഓക്കെ. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് എന്ത് ചെയ്യണം? കഷ്ണം വേവിക്കാം കേട്ടോ. സാമ്പാർ പൊടി ഇട്ട് ചൂടാക്കണം. തീർത്തുന്നോളൂ, നല്ല മാങ്ങയാണ്. അപ്പോൾ ഇതാ കഷ്ണം. കുക്കർ പേടിയാ?
അമ്മ ഒഴിച്ചോ, വെള്ളം ഒഴിച്ചോ. മൊത്തം ഒഴിക്കരുതാ, ഞാൻ പറഞ്ഞുതരാം. ഒഴിക്കുക, കുറച്ചും കൂടെ, കുറച്ചും കൂടെ, കുറച്ചും കൂടെ. ആ മതി. ആ നോക്കി നോക്കെ, ഒക്കെ നോക്കി നോക്കെ. ഭക്ഷണവും വെള്ളവും അങ്ങനെ ഏകദേശം ഒപ്പല്ലേ, അങ്ങനെയാണ് വെക്കുക കേട്ടോ. പരിപ്പിട്ടിട്ടാണ് ശരിക്കും സാമ്പാർ വെക്കുക. വേണ്ടപ്പോൾ പരിപ്പ് വേണ്ട. ഇന്ന് ഓൾറെഡി വേറൊരു കറിയും കൂടെ ഉണ്ടാക്കണ്ട. അതിൽ മറ്റമ്മ ചെറുപയർ പരിപ്പിട്ടുണ്ട്. അപ്പം ഇനി സാമ്പാറും പരിപ്പിട്ടിട്ട് വേണ്ട. മഞ്ഞൾപ്പൊടി ഇട്ടോ, ഇത്ര ഇടാൻ പാടുള്ളൂ കേട്ടോ. യെസ്. ഇനി കഷ്ണം ആവുകൊണ്ട് നമുക്ക് അതിൽ എന്ത് ചെയ്യാം, ഈ കഷ്ണത്തിലേക്ക് പോരാ പോരാ ഇട്. ആ കുറച്ചും കൂടി എടുക്കൂ. അല്ലല്ല അല്ല കേട്ടോ. കുക്കർ വയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് എന്താ, വിസിൽ ഊതി നോക്കണം. ഇതിൽ ഊതി നോക്കണം കേട്ടോ എപ്പോഴും. ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക അറിയോ, അപ്പം അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും തടഞ്ഞു നിന്നിട്ടാണ് കുക്കർ പൊട്ടി തെറിക്കണം. അപ്പം എപ്പോഴും കുക്കർ വയ്ക്കുമ്പോൾ ഇത് ഊതി നോക്കണം, ഇത് ഊതി നോക്കണം. അപ്പം നമുക്ക് ഈ സാമ്പാറിലേക്ക് ഞെട്ടി, ഭയങ്കര ഞെട്ടല്ല, പേടിയാണ്. നമുക്ക് അതിലേക്ക് ലേശം സാമ്പാർ പൊടി, ലേശമല്ല ഈ കഷ്ണത്തിലേക്ക് നമുക്ക് ഈ സാമ്പാർ പൊടി അതുകൊണ്ട് 1 2 ഒരു 3 4 സ്പൂൺ ഇടാം കേട്ടോ. 1 കേട്ടോ, 2 കൂടി ഇടാം, 4. ഇനി മറ്റമ്മ എന്താ അറിയോ, അല്ല വെള്ളം വെച്ചാൽ ഇതിപ്പോൾ ചൂടായ ലേശം മല്ലിപ്പൊടിയും കൂടി ഇടാറുണ്ട്. ഒരു മല്ലിസ്വാദ് നല്ല വരും. ഓക്കെ, ഇല്ല സിമ്മാക്കണ്ട, ഇളക്കിക്കോ. മല്ലിപ്പൊടിയാണ്, ഇത് നിർബന്ധമുള്ളതല്ല കേട്ടോ. മല്ലിപ്പൊടിയല്ലേ ഒന്നും കൂടി നല്ല ഇനി വേറെ കാര്യം കേട്ടോ കളി. അതൊക്കെ വെറുതെ അങ്ങനെ ഇട്ടാലും നല്ല സാമ്പാറാവും, അത് വേറെ കാര്യം. ഓക്കെ, ഇതൊന്നും കൂടി സ്വാദ് കൂട്ടാൻ അത്രേ ഉള്ളൂ. ഒന്ന് ചൂടാക്കിയ സ്വാദ് കൂടും. കുക്കർ അടിക്കോ പേടിച്ചിട്ടാണ് മന്തിയമ്മ. നല്ല വാസന വരുന്നുണ്ട്. 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു, ഓഫ് ചെയ്തു കേട്ടോ. കുക്കർ അടിക്കട്ടെ. ശരിക്കും കുക്കർ അടിക്കുമ്പോൾ ഇവിടെ നിൽക്കണത് നന്നല്ല. എന്താ വരും. അപ്പൊ ഇത് കുക്കർ അടിച്ചില്ലേ, ഒറ്റ അടി കേട്ടോ. അത് ഓരോ കഷ്ണത്തിനനുസരിച്ച്. കുമ്പളങ്ങിയൊക്കെ ആണെങ്കിൽ 2 അടി അടിക്കണം. പരിപ്പ് ചിലർക്ക് പരിപ്പ് നല്ല വെന്തുടഞ്ഞാലും ഇഷ്ടം. അങ്ങനെ അങ്ങനെ വെന്ത് പ്ലി 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 പ്ലീന്നായ നമുക്ക് അങ്ങനെ ഇഷ്ടമല്ലേ. അപ്പോൾ 2 3 അടിയൊക്കെ പരിപ്പ് മാത്രം ഇട്ട് ആദ്യം അടിക്കുക. എന്നിട്ട് കേൾക്ക പറയണൊക്കെ കൈ കടിക്കരുത്. കുക്ക് ചെയ്യാൻ നിൽക്കുമ്പോൾ കൈ കടിക്കരുത്, കഴുകു. അപ്പോൾ എന്ത് ചെയ്യണം, ആദ്യം പരിപ്പ് വേവിക്കുക, എന്നിട്ട് കുമ്പളങ്ങയുടെ കഷ്ണം ഇടുക. ഓക്കെ, അങ്ങനെ 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 സെപ്പറേറ്റ്. വെന്തിപ്പോൾ ഓൾറെഡി ഒന്ന് വെന്തു. ഇനി ഒരു മുരിങ്ങക്കായ ഇടുക, വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ വെണ്ടയ്ക്ക ഇടാം, തക്കാളി ഇടാം. അതൊക്കെ 2ാമത് ഇട്ടാൽ മതി. ഓക്കെ, അതിന് വേവ് കുറവാണ്. വേവുള്ള കഷ്ണമാണ് കുമ്പളങ്ങയൊക്കെ. ഇത് നമ്മുടെ ഈ ബട്ടർ ഫ്രൂട്ട് അല്ലേ, അത് മത്തങ്ങയുടെ പോലൊരു, മത്തങ്ങയ്ക്ക് വേവ് കുറവാണ്. അപ്പം ഇനി അടുത്ത പരിപാടി എന്താ, നമുക്ക് ഇത് എന്ത് ചെയ്യണം. ഇത് ഇങ്ങനെയാണോ ഇടുക, അങ്ങനെ ഇടുകയാണോ ചെയ്യുക, എന്താ ചെയ്യാം. വെള്ളം അരക്കണ്ടേ? അരക്കണം. എന്തിനാ? ഞാൻ കഴിച്ചില്ല നൂഡിൽസ്, എനിക്ക് ഇഷ്ടമല്ല. വേറെ കാര്യം ഇതൊക്കെ ജനറൽ നോളജ് ആട്ടോ. ചൂടാറിയിട്ട് അരയ്ക്കാൻ പാടുള്ളൂ കേട്ടോ. എന്ത് സാധനം അരയ്ക്കുമ്പോഴും ചൂടായിട്ട് അരയ്ക്കാൻ പാടില്ല. അപ്പം എന്താ ഉണ്ടാവുക, പ്രഷർ വന്ന് ചിലപ്പോൾ പാത്രത്തിൻ്റെ അടപ്പുകൾ തുറക്കും. നല്ല തേങ്ങകളല്ലേ, അപ്പം നല്ല സ്മൂത്തായിട്ട് അരയ്ക്കണം. വെള്ളം ഒഴിക്കുമ്പോഴും കണ്ടോ, കുറേ വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ. കുറച്ച് ലീക്കാവുകയും ചെയ്യും,
ഇത് അരയൂല, അധികം വെള്ളം ഒഴിച്ച് അരയില്ല. അത് അരയ്ക്കാം, ഞങ്ങൾ അരക്കട്ടെ കേട്ടോ. അപ്പം ഞങ്ങളിത് തുറക്കാറാകുമ്പോഴേക്കും എന്ത് പൊട്ടിക്കണം? പുറത്തെന്താളത്? മുരിങ്ങക്കായ പൊട്ടിക്കണം. കണ്ടോ ഞങ്ങളുടെ മുരിങ്ങ മരത്തുമ്മേ മുരിങ്ങ പണ്ട് അച്ഛൻ നട്ടിട്ടുള്ളത് കേട്ടോ. ഇത്രയാണോ? ഇഷ്ടം പോലെ ഉണ്ടാവും മുരിങ്ങക്കായ. 2 മരമുണ്ട്. കയറാൻ പോവാ? എങ്ങനെയാച്ചാ എങ്ങനെയെങ്കിലും 2 മുരിങ്ങക്കായ കിട്ടിയാൽ മതി ഒരു വാസനയ്ക്ക്. പൊട്ടിയോ? ഇല്ല. ഇത്തിരിയും കൂടി താഴ്ത്തി ഞാൻ പൊട്ടിച്ചരാം. അത് 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 ആരെണ്ണ എനിക്കൊരു 3 മതി. പിന്നെ ഒരു ലേശം പുളിഞ്ഞ കൂടണം കേട്ടോ നമ്മളിതിൽ. എന്തിനാ അറിയോ? സാമ്പാറിന് പുളി വേണം. പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. നമ്മൾ കുക്കറിൽ തുറന്നു, കഷ്ണം വെന്തു. കണ്ട ഇനി ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഈ കഷ്ണം ഏത് അത് എടുക്കണ്ട. അതൊന്നും അതിൻ്റെ കൂടെ കിടന്നു എന്തുകൊണ്ട് കുഴപ്പമില്ല, അധികമില്ല. കത്തിച്ചു വെറുതെ അടച്ചു വെച്ചാൽ മതി. പക്ഷെ അതിൻ്റെ ഒപ്പം എന്തിടണം? വിസിലടിക്കണ്ട. ആ വെരി ഗുഡ്. കൈ കടിച്ചു. കഴുകിക്കോ. കൈ കടിച്ചു. അടുക്കളയിൽ കുക്ക് ചെയ്യുമ്പോൾ കൈ കടിക്കാൻ പാടുമോ? കൈ കടിക്കാൻ പാടില്ല. മുടി അഴിച്ചിടാൻ പാടില്ല. മുടി തൊടാൻ പാടില്ല. ഉപ്പ് മറ്റേ നമ്മളിതിൽ ഉപ്പ് ഇട്ടുണ്ട് കേട്ടോ. പക്ഷെ ലേശം കൂടി ഇടണം. എന്തറിയോ? ഈ തക്കാളി ഒക്കെ ഇട്ടില്ലേ, അപ്പം അതിൻ്റെ ഉപ്പ് വേണേ. ഈ പുളിഞ്ഞിയും കൂടെ അതിൽ നെയ്യൊന്നും വേണ്ട സാമ്പാറിന്. ഈ പുളിഞ്ഞിയും കൂടെ അതിൽ പിഴിഞ്ഞ് വയ്ക്കും. ഇപ്പൊ പുളിഞ്ഞ് ഓക്കെ. ഇനി അതൊന്ന് തിളച്ചു കഴിഞ്ഞാൽ ഇതും കൂടി കൂട്ടി കഴിഞ്ഞാൽ എന്ത് റെഡി? സ്വാദിഷ്ടമായ സാമ്പാർ റെഡി. ഇല്ല, ഇന്ന് കാളിയപ്പോൾ ഉണ്ടാക്കിയ സാമ്പാറാണ് കേട്ടോ. നീ കൂടെ നിന്നില്ലേ? പഠിക്കില്ലേ കുറേശ്ശൊക്കെ? ഇതൊക്കെയാണ് ഇപ്പൊ എന്റെ കഷ്ണം വെള്ളം ഇരിക്കുക. ഞാൻ അവിടെ പൊട്ടിച്ചു വെച്ചപ്പോ ഞാനത് നീ എടുത്ത് തുടങ്ങാ. ഉണ്ടോ? എന്റെ കളറ് മാറിയില്ലേ? മുരിഞ്ഞ പോലെ ഇല്ലേ? നോക്ക്, ഇട്ട കളറല്ലോ. അതാണ് വെന്ത കളറ്. പിടിക്കട്ടെ? ഞാൻ നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാത്ത എന്തറിയോ? ഭയങ്കര ഹൈറ്റ് അല്ലേ? ഉപ്പ് വേണ്ടേന്നൊക്കെ തോന്നണം. മറ്റമ്മക്ക് കല്ലുപ്പ് ഇടാനേ അറിയുള്ളൂ. അധികമാവോ? ഇല്ല, കുറച്ചിടാ. ജാനി ഇത് പാത്ത് വലിയമ്മയ്ക്കൊന്ന് മോളം വെച്ച് കൊടുക്കും. എന്നാ നീ വാ, ഇത് വലിയമ്മയ്ക്ക് വെച്ച് കൊണ്ടുകൊടുക്കും. നീ കുറച്ച് ഇതും കൂടെ കേട്ടോ, കറിവേപ്പില മിഠായി നീ ഇടും. കറിവേപ്പില ഇടുമ്പോ എങ്ങനെ ഉണ്ട് അറിയുമോ? ഇങ്ങനെ ഞെരടിയിട്ട് ഇട്ടോ ഓഫ് ചെയ്യും. അപ്പൊ സാമ്പാർ റെഡി. സാമ്പാർ 1 2 3 മൂന്നേ വേണ്ടു. അപ്പൊ കാളി ഉണ്ടാക്കിയ സാമ്പാർ, സാമ്പാർ ഉണ്ടാക്കാൻ പഠിച്ച സാമ്പാർ, അങ്ങനെയല്ലേ? പഠിച്ച സാമ്പാറായിട്ട് കാളി കഴിക്കാൻ പോകണം കേട്ടോ. നീ വേണം നോക്കിട്ട് മതി. ദോശ യെസ് വെയിറ്റ് അവിടെ വെക്ക ചൂടെ
ദോശ നെയ്യില്ല കേട്ടോ, നെയ്യ് ഇട്ടിട്ടില്ല. പപ്പട ദോശ, പേപ്പർ റോസ്റ്റ്. ഇനി എന്താ വേണ്ട? മറ്റേ ചമ്മന്തി ഉണ്ട് കേട്ടോ, വേണോ? എന്താ അങ്ങനെ? മയണൈസ് ഒന്നും കഴിക്കാൻ പാടില്ല. ഞങ്ങളൊരു മയണൈസ് വീഡിയോ ഇട്ടു കേട്ടോ, അത് കാണണേ എല്ലാവരും അല്ലേ? മയണൈസ് നോക്ക് ഇന്നല്ലേ കുളിച്ചിട്ട് മതി, കുളിച്ചിട്ട് മതി. അവ പറയൂ സാമ്പാർ എങ്ങനെയുണ്ട് പറയൂ. വെയിറ്റ് സാമ്പാർ എങ്ങനെയുണ്ട്? സൂപ്പർ. കുഞ്ഞിന് ഇഷ്ടായി, നന്നായിട്ടുണ്ട്. നേരെ കഴിക്കൂ, ഇഡ്ഡലി കൂട്ടി കഴിക്കൂ. കാലിയുടെ സാമ്പാർ കൂട്ടി കഴിക്കുന്നത് ഇഡ്ഡലി പൊടിച്ച് സാമ്പാറിൽ കൂട്ടി അല്ലേ, കുഴച്ച് അങ്ങനെ കഴിക്കാം. ഒരാളെങ്കിലും ചമ്മന്തി എടുത്തോലോ. താങ്ക് യു. എങ്ങനെയുണ്ടോ പറയണം കേട്ടോ. ഒന്ന് കഴിച്ചു നോക്കെ. ഉള്ളിയുണ്ട്, തേങ്ങയുണ്ട്, തക്കാളി ഉണ്ട്, ഇഞ്ചിയുണ്ട്. റെസിപ്പി നല്ലയിടത്ത് അടുക്കളയിലുണ്ട്. കഴിച്ചു നോക്കൂ. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ അതാണ്. അടുത്തത് കുളിച്ച് ഇപ്പം ഞങ്ങൾ കുളിച്ചിട്ടില്ല. അടുത്തത് കുളിച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞൻ കുളിച്ച് നല്ല സുന്ദര കുട്ടപ്പനായി വന്നിട്ട് നമ്മൾ മയണൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഇടും. വെജിറ്റബിൾ മയണൈസ്, ഹെൽത്തി വെജിറ്റബിൾ മയണൈസ്. ഓറഞ്ച് മയണൈസ് ആണ് ഉണ്ടാക്കാൻ പോണത്. ഹെൽത്തി ആണ് പറയൂ. ഹെൽത്തി ആണ് പറയൂ. ബ്രെഡിൽ കൂട്ടി കഴിക്കാം, ചപ്പാത്തിയിൽ കൂട്ടി കഴിക്കാം അല്ലേ? കുഞ്ഞിനും ഇഷ്ടമായി, കാളിക്കും ഇഷ്ടമായി അല്ലേ, ചേച്ചിക്കും ഇഷ്ടമായി. മറ്റമ്മ ഉണ്ടാക്കി. മറ്റമ്മ കാളിയെ കൊണ്ട് ടേസ്റ്റ് ഉണ്ട് അല്ലേ? സൂപ്പറാണ്. വറുത്തരച്ച സാമ്പാറാട്ടോ അത്. എന്താ? അപ്പൊ ശരി, ടാറ്റ പറയൂ. ബൈ ബൈ. അവ പുതിയ എപ്പിസോഡായിട്ട് വീണ്ടും കാണാൻ പറയൂ. എപ്പിസോഡോ പറയേ, നീ പറ. പുതിയ എപ്പിസോഡായിട്ട് വീണ്ടും കാണാം.